എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 88 ശ്ലോകം 17 മുതൽ 26 വരെ 10 ശ്ലോകങ്ങൾ. നാരദ മഹർഷിയുടെ ഉപദേശം കേട്ടിട്ട് മൃഗാസുരൻ കേദാരനാഥന്റെ സവിധത്തിൽ ചെന്ന് മഹാദേവനെ തപസ് ചെയ്യുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ഇത്യാദിഷ്ടസ്തമസുര ഉപാധാവത്സ്വഗാത്രത കേദാരാത്മക്രവ്യേണ ജിഹ്വാനോഗ്നിമുഖം പരം. ഇങ്ങനെ നാരദനാൽ ഉപദേശിക്കപ്പെട്ട ആ മൃഗാസുരൻ കേദാര ക്ഷേത്രഘട്ടത്തിൽ ചെന്ന് അഗ്നി വളർത്തി തന്റെ ദേഹത്തിൽ നിന്ന് അറുത്തെടുത്ത മാംസം അഗ്നിയിൽ ഹോമിച്ച് അഗ്നിമുഖനായ ശിവനെ ആരാധിച്ചു. അങ്ങനെയാണ് തന്റെ ദേഹത്തു നിന്ന് തന്നെ അങ്ങനെ ഓരോ കഷ്ണം മാംസം മുറിച്ചെടുത്ത് ഇങ്ങനെ ഹോമിക്കും. അതിഭീകരമായിട്ടുള്ള തപസ്സാണ് ചെയ്തത്. ദേവോപലബ്ധിമപ്രാപ്യ നിർവേദാൽ സപ്തമേഹനി ശിരോവൃശ്ചൽ സുധിതിനാ തത്തീർത്ഥക്ലിന്നമൂർധജം. ഇങ്ങനെ 6 ദിവസം തന്റെ മാംസം ഹോമം ചെയ്തിട്ടും മഹാദേവൻ പ്രത്യക്ഷമായി വന്ന് കാണാത്തതിനുണ്ട്. ഒന്നുകിൽ പ്രസാദിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി 7ാമത്തെ ദിവസം കേദാര തീർത്ഥത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത ശേഷം തന്റെ ശിരസ് മുറിക്കാനായിക്കൊണ്ട് വാളെടുത്ത് കയ്യിൽ പിടിച്ചു മൃഗാസുരൻ. തഥാ മഹാകാരുണിക സധൂർജടി യഥാവയം ജാഗ്നിരിവോത്ഥിതോനലാൽ നിഗൃഹ്യദോർഭ്യാംബുജയോർനിവാരയ തൽസ്പർശനാൽ ഭൂയ ഉപസ്കൃതാകൃതി. ഉടനെ മഹാകൃപാനിധിയായ ആ ശിവൻ അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട് അഗ്നി പോലെ ഉജ്ജ്വലിക്കുന്ന സ്വരൂപത്തോടുകൂടി സാധാരണ ജനങ്ങൾ ഒരുവൻ മരിക്കാൻ ഒരുങ്ങുന്നത് കണ്ടാൽ എങ്ങനെ നിരോധിക്കുമോ അതുപോലെ ആ അസുരന്റെ അടുത്ത് ചെന്ന് തന്റെ 2 കൈകൊണ്ടും അവന്റെ കൈകളിൽ പിടിച്ച് അരുത് അരുത് എന്ന് പറഞ്ഞ് മുടക്കി. ശിവന്റെ കരസ്പർശ നിമിത്തം അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി ഒരു നന്നായിട്ട് പ്രകാശിക്കുന്ന ഒരു ശരീരമാണ് പിന്നെ ആ അസുരനുണ്ടായത്. തവാകജാങ്കാലമലം വൃണീഷ്വമേ യഥാപി കാമം വിതരാമി തേവരം പ്രിയേയതോ യേന നൃണാം പ്രപദ്യതാം അഹോ ത്വയാത്മാ ഭൃശമർദ്യതേ വൃഥാ. എന്നിട്ട് മൃഗാസുരനോട് പറയണം മഹാദേവൻ, മതി മതി ഹേ പൂജ്യ, മതി മതി, ആഗ്രഹിച്ച വരം വരിച്ചോളൂ. നിനക്കായിക്കൊണ്ട് ഞാൻ വരം തരാൻ ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ എന്റെ ഭക്തന്മാര് നൽകുന്ന ജലം മാത്രം സ്വീകരിച്ചും ഞാൻ സന്തോഷിക്കും. അഹോ കഷ്ടം, നീ വെറുതെ നിന്റെ ഈ ശരീരം ക്ലേശിപ്പിക്കണ്ടല്ലോ. എനിക്കൊരു ധാര വെള്ളം മാത്രം തന്നാ മതി, ജലം മാത്രം, ജലധാര. അതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷിക്കും. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇങ്ങനെ എന്തിനാ നീ ക്ലേശിക്കണത് എന്ന് ചോദിക്കുകയാണ് മൃഗാസുരനോട് കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ മഹാദേവൻ. ദേവം സവരേ പാപീയാൻ വരം ഭൂതഭയാവഹം യസ്യ യസ്യ കരം ശീർഷ്ണി ദാസ്യേ സംമ്രിയതാമിതി. ഇത്ര കഠിനമായ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെട്ട മഹാദേവനോട് നല്ല വരമൊന്നും മേടിക്കാനല്ല തോന്നിയത് ആ മൃഗാസുരന്. എന്താ പറഞ്ഞത്? ഞാൻ ആരുടെ ശിരസിൽ എന്റെ കൈ വെക്കുന്നുവോ അവൻ അപ്പോൾ മരിക്കണം. ഇതാണ് പ്രാണികൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഒരു വരത്തെയാണ് മഹാഭാവിയായ അവൻ ദേവനോട് വരിച്ചത്. തച്ഛ്രുത്വാ ഭഗവാൻ രുദ്രോ ദുർമനായിവ ഭാരത ഓമിതി പ്രഹസൻ തസ്മൈ ദദേഹേരമൃതം യഥാ. ജ്ഞാനാദികളായ 6 ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ഭഗവാൻ ശിവൻ മൃഗാസുരന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി ഭഗവാന്. മനസ്സിന് ഉന്മേഷം ഇല്ലാത്തവൻ എന്ന മട്ടിൽ കുറച്ചു നേരം നിന്നു. ഇത് കേട്ടപ്പോ ഇത് എന്തൊരു വര ഇവൻ മേടിക്കണം. പിന്നെ ചിരിച്ചുകൊണ്ട് സർപ്പത്തിന് പാല് കൊടുക്കുന്നത് പോലെ അവന് ആ വരം നൽകി. ഇത്യുക്തസോസുരോ നൂനം ഗൗരീഹരണലാലസ സതത്വ
വരപരീക്ഷാർത്ഥം ശംഭോർമൂർധ്നിഖിലാസുര സ്വഹസ്തം താതുമാരേഭേ സോബിഭ്യൽ സ്വഹൃദാത് ശിവ. ഇങ്ങനെ ശിവനാൽ നൽകപ്പെട്ട വരത്തോടുകൂടിയ ആ അസുരന് ആദ്യമായിട്ട് തോന്നിയത് എന്താ? പാർവതിയെ പരമേശ്വരനിൽ നിന്ന് അപഹരിക്കണം. ആ പാർവതിയെ തന്നെ നോക്കി നിൽക്കുക, അതിസുന്ദരി. ആ കാര്യം സാധിക്കാനായിട്ട് വരം ഫലിക്കോ ഇല്ലയോ എന്നൊന്നൊന്ന് പരീക്ഷിച്ചു നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് തന്റെ കയ്യെ ശിവന്റെ ശിരസിൽ തന്നെ വെക്കാൻ ആരംഭിച്ചു. ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാണ് തന്റെ കയ്യെ ഭഗവാന്റെ ശിരസിൽ വെക്കാൻ. അപ്പോ ഭഗവാന് ഭയപ്പെട്ടു. ശിവനെ തന്നെ പരീക്ഷിക്കാൻ പുറപ്പെട്ടത് ശരിയാണോ എന്നൊന്നും ശങ്കിക്കണ്ട. ആ അസുരനുണ്ടോ യുക്തായുക്ത വിചാരം? അവനതൊന്നുമില്ല. തേനോപസൃഷ്ട സന്ദ്രസ്ഥ പരാധാവത്സവേ വധു യാവദന്തം ദിവോ ഭൂമേ കാഷ്ഠാനാം ഉദഗാദുദ. ഭഗവാൻ അവിടുന്ന് ഓടി, മൃഗാസുരൻ പിന്നാലെ. അങ്ങനെ ഭൂമിയിലും ആകാശത്തിലും ദിക്കുകളുടെ എവിടെയൊക്കെ രക്ഷപ്പെടാൻ നോക്കുകയാണ് മഹാദേവൻ. ഓടി 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 അവസാനം വൈകുണ്ഠത്തിൽ ചെല്ലുകയാണ്. അജാനന്ദ പ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വരാ തതോ വൈകുണ്ഠമഗമൻ ഭാസ്വരം തമസപരം. ഇത് ബ്രഹ്മാദി ദേവന്മാര് ഭഗവാൻ ഇങ്ങനെ ഓടണം കണ്ടിട്ട് വിഷമിച്ചിരിക്കുക. അപ്പോ ഭഗവാൻ ശിവൻ അന്ധകാരബാധയില്ലാതെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു. എത്ര നാരായണ സാക്ഷാൽ ന്യാസിനാം പരമാഗതി ശാന്താനാം ന്യസ്തദണ്ഡാനാം യതോ നാവർത്തതേ കഥ. വൈകുണ്ഠത്തെ വർണ്ണിക്കാണ്. യാതൊരു വൈകുണ്ഠത്തിൽ ഭഗവാൻ ശ്രീനാരായണൻ പ്രത്യക്ഷമൂർത്തിയായി വസിക്കുന്നുവോ, രാഗലോഭാദി വൃത്തികളെ അടക്കി പരദ്രോഹ രൂപവൃത്തികൾ തീരെ ഉപേക്ഷിച്ച് സകല വിഷയങ്ങളിലും വിരക്തന്മാരായിരിക്കുന്ന സന്യാസികളുടെ പരമപുരുഷാർത്ഥ രൂപമായ പ്രാപ്യസ്ഥാനം ഈ വൈകുണ്ഠമാകുന്നു. ഇതിനെ പ്രാപിച്ചവൻ പിന്നെ ശ്രീനാരായണ സന്നിധിയിൽ നിന്ന് മടങ്ങുകയോ സംസാരത്തെ പ്രാപിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ശ്രീനാരായണമൂർത്തി മൃഗാസുരനെ തടയാനായിട്ട് ഒരു വടുവിന്റെ രൂപത്തില് പോകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.